the reality of the society that we live in a society like this, and we are enjoying a lot of privileges, and it is a responsibility as a society that we do address the group or the community that is being deprived of a lot of things, who are living with us even now, even today. എനിക്ക് രാജീവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്കത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കാര്യമാണ്. റിയൽ ലൈഫിലാണ് ഏറ്റവും കൂടുതൽ ഡ്രാമ ഉള്ളത്, സിനിമയിലല്ല. മോസ്റ്റ് ഓഫ് ദ ടൈം വിക്ടറീസാണ് നമ്മൾ പഠിക്കുന്നത്, ജയിച്ചവരുടെ കഥകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ തോറ്റവരുടെയും ഒന്നും ഒരു റെഫറൻസ് പോലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ക്ലോതിങ് ലൈൻ ഫോർ കിഡ്സ്. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഇന്ദ്രൻ ടോൾഡ് മീ ദാറ്റ് യു നോ യു ഷുഡ് ഡ്രീം ഓഫ് എ ലേബൽ ഓഫ് യുവർ ഓൺ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചെന്ന് വെച്ചാൽ യു ഷുഡ് ജസ്റ്റ് ഹാവ് യുവർ നെയിം ലൈക്ക് ദാറ്റ്. അപ്പം ഞാനൊന്ന് പോകുന്നതാ ലൈക്ക് വാട്ട് യു സേ. എനിക്ക് രാജീവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, എനിക്കത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നൊരു കാര്യമാണ്. റിയൽ ലൈഫിലാണ് ഏറ്റവും കൂടുതൽ ഡ്രാമ ഉള്ളത്, സിനിമയിലല്ല എന്ന് പറയുന്നത്. അത് ഐ ഓൾവേസ് ക്യാരി ദാറ്റ് വേർഡ്സ് ഓഫ് ഹിസ് ഇൻ മൈ ഹാർട്ട് ബിക്കോസ് ദാറ്റ്സ് സോ ട്രൂ. ആൻഡ് നമ്മൾ സിനിമയിൽ നമുക്കത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇതൊരു ഡ്രാമയാണെന്ന് തോന്നും. ബട്ട് one side of truth is so dark that you don't want to face it. ഈ സിനിമയിൽ വരുന്നതിന് മുന്നേ പൂർണ്ണിമയ്ക്ക് ഈ ഒരു ഹിസ്റ്ററി, കേരളത്തിന് അല്ലെങ്കിൽ പൂർണ്ണിമ ജീവിക്കുന്ന കൊച്ചിയുടെ ഹിസ്റ്ററിയെ പറ്റി were you aware, like ഇങ്ങനെ ഒരു അത്രയും ദാരിദ്ര്യം ഉണ്ടെന്ന്, ഇങ്ങനെ ഒരു നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ. നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം വിക്ടറീസാണ് നമ്മൾ പഠിക്കുന്നത്, ജയിച്ചവരുടെ കഥകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഹിസ്റ്ററിയിൽ പഠിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ഓരോ റെവല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുമ്പോഴും ആ റെവല്യൂഷൻസിൽ ജയിച്ചവരെ കുറിച്ചും അവരെങ്ങനെ ഫൈറ്റ് ചെയ്തു എന്നുള്ളതും അവരുടെ സ്റ്റോറീസാണ് നമ്മൾ മോസ്റ്റ്ലി പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ പഠിച്ചിരിക്കുന്നതും. പക്ഷെ അവിടെ തോറ്റവരുടെയും ഒന്നും ഒരു റെഫറൻസ് പോലും ഇല്ല. അതിങ്ങനെ കാഷ്വലി ഇറ്റ് വാസ് എ പീരിയഡ് ഓഫ് സ്റ്റാവേഷൻ ആൻഡ് എ ടൈം വെൻ ഡെയിലി വേജസ് ഓർ വർക്കേഴ്സ് ഓഫ് ഡെയിലി വേജസ്, ലേബറേഴ്സ് ഹാഡ് ടു ഫൈറ്റ് ആൻഡ് സ്ട്രഗിൾ ഫോർ ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ലാംഗ്വേജിലൂടെ നമ്മൾ പഠിക്കുക. സോ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ്? ലൈക്ക് വെൻ യു ആർ ഇൻ യുവർ സ്കൂൾ ടൈം. ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ട അവസരം ഇന്നത്തെ പ്രിവിലേജ് കാരണം ആർക്കും ഉണ്ടായിട്ടുമില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ അതിലേക്കുള്ളൊരു യാത്രയുണ്ടല്ലോ, അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്ര. ദാറ്റ് ഹാപ്പൻസ് ഓൺലി വെൻ യു റിയലി 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 റെസ്പെക്റ്റ് ആൻഡ് യു വാല്യൂ ദ ലൈവ്സ് ഓഫ് പീപ്പിൾ ഹു ലോസ്റ്റ്. ആ ജേണിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ വളരെ ചുരുക്കം ആൾക്കാരാണ്. ഹൂ വാണ്ട്സ് ടു നറേറ്റ് സ്റ്റോറീസ് അബൌട്ട് ദ ബാറ്റിൽ, ദ സ്ട്രഗിൾസ്, ദ സെയിം battles that were fought but they lost. But because of their loss is why we are here today. Not just because of who won, not just because of the stories of people who won the battle, but to a larger extent the people who lost were the main reasons for the revolution to happen. Because എവിടെയാണോ നമുക്കൊരു ബേസിക് ഹ്യൂമൻ ലൈഫിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഹ്യൂമണിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണല്ലോ നമുക്ക് വീടുകൾക്കുള്ളിൽ തന്നെ റെവല്യൂഷൻ സംഭവിക്കുന്നത്. ആൻഡ് it's beautiful to be a part of a documentation where we learn through the process, and it is through this kind of cinema that today's generation and generations going forward will also maybe get to know that, you know, they were a huge part, these people were a huge part of what we are living here today, the privileges we are enjoying today എന്നൊക്കെ പറയുന്ന പല പല തലങ്ങളും പല പല ലെയേഴ്സും ഉണ്ട്. എൻ്റെ അച്ഛൻ സിനിമ കണ്ടിറങ്ങിയിട്ട് ഞാൻ അച്ഛനോടും അമ്മയോടും എനിക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്നെ അവരുടെ സ്ക്രീനിൽ കണ്ടിട്ട് കുറേ കാലമായല്ലോ.
അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അച്ഛനെയും അമ്മേനെയും സിനിമ കൊണ്ടേ കാണിക്കുക എന്നുള്ളതായിരുന്നു. സോ വെൻ മൈ ഫാദേഴ്സ് എ ലിറ്റിൽ അൺവെൽ, അപ്പോൾ ഇത് ആദ്യം കുറച്ച് 3 മാസമായിട്ട് അദ്ദേഹം ഹീസ് അറ്റ് ഹോം കംപ്ലീറ്റ്ലി. അപ്പോൾ സിനിമ കാണാനാണ് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ പുറത്തിറങ്ങി ഞാനിങ്ങനെ സിനിമ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക ഈഗറായിട്ട്, എന്താ പറയാൻ പോണേ അച്ഛനമ്മ എന്താ പറയാൻ പോണെന്ന്. അച്ഛനെൻ്റെ മുഖത്തൊക്കെ ആദ്യം പറഞ്ഞു അറിയണം, എങ്ങനെയൊക്കെയാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്, ഇതാണ് ആദ്യം വന്നത്, ഇത്രയൊക്കെ ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്, ഇത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിച്ചിട്ടുണ്ടോ. ചിലപ്പോൾ മൈ ഫാദർ വാസ് ബോൺ ഇൻ 1946. ഓക്കെ, ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ അമ്മമാരുണ്ടാവും, അവരുടെ ആ തലമുറ ഉണ്ടാവും. പക്ഷെ അവരും അന്ന് ബേബി പ്രിവിലേജ്ഡ് ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണ് ഇതറിയാത്തത്. യു അണ്ടർസ്റ്റാൻഡ്? സോ ജനറേഷൻസ് ആയിട്ട് നമ്മൾ കുറേ പ്രിവിലേജസ് അനുഭവിച്ച് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്നും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ പാസ്റ്റോ അവരുടെ ജനറേഷൻസ് പുറകോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് അവർ ചിലപ്പോൾ ദാരിദ്ര്യം അനുഭവിച്ച് വരുന്നവരായിരിക്കാം. ഇതൊക്കെ എൻ്റെ തോട്ട്സാണ് കേട്ടോ. ഐ ഡോണ്ട് നോ, ഐ എം ജസ്റ്റ് ബ്ലേർട്ടിങ് ഔട്ട് വാട്ട് എവർ ഈസ് കമ്മിങ് ഔട്ട് ഇൻ മൈ മൈൻഡ്. ബട്ട് ദ റിയാലിറ്റി ഓഫ് ദ സൊസൈറ്റി ദാറ്റ് we live in a society like this, and we are enjoying a lot of privileges, and it is a responsibility as a society that we do address the group or the community that is being deprived of a lot of things, who are living with us even now, even today. And why did you leave films after marriage? Honestly, ആ ഒരു കാലഘട്ടം, ഐ മീൻ 18 years ബാക്ക് ഞാൻ സിനിമ ചെയ്തിരുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ ദ കണ്ടീഷനിങ് വാസ് സച്ച് ദാറ്റ് വെൻ ഹീറോയിൻസ് ഓർ യങ് ഗേൾസ് ഗോട്ട് മാരിഡ്, ഇറ്റ് വാസ് ജസ്റ്റ് ക്വൈറ്റ് ലൈക്ക് an acceptance between the society maybe, or even in the industry, that ഇനിയിപ്പോൾ അവർ അഭിനയിക്കാൻ വരെ കല്യാണം കഴിഞ്ഞ് പോയില്ലേ കുട്ടി, ഇങ്ങനെ അതൊരു നോർമലൈസ്ഡ് ആയിട്ടുള്ളൊരു ആയിരുന്നു. ഇനിയിപ്പോൾ ടി വിയിലൊക്കെ വരുമായിരിക്കും. ഇത് കാഷ്വൽ കോൺവെർസേഷനാണ് അങ്ങനത്തെ. അപ്പം ഇപ്പോൾ എനിക്ക് ആ സമയത്ത് ആഗ്രഹമുണ്ടായിരുന്നു അഭിനയിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ പോലും എനിക്ക് തന്നെ പേടിയായിരുന്നു. മേ ബി ഞാൻ ആരോടാ പോയി ചോദിക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് അതിനെ മുന്നോട്ട് എടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. കാരണം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വാസ് മോസ്റ്റ് ഓഫ് ദ ടൈം. ആൻഡ് എനിക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റാവില്ല. ബിക്കോസ് ഐ വാസ് ഓൾസോ വെരി യങ്, നോ. ആ ചെറിയ പ്രായത്തിൽ ടു ബ്രേക്ക് ദ പാറ്റേൺ എന്ന് പറയുന്ന ഒരു വാസ് എ ബോൾഡ് സ്റ്റെപ്പ്. ആൻഡ് ഐ ഡോണ്ട് നോ വെദർ ഐ was confident enough to take that bold step. And I was also very excited about being married at that time. Appo somewhere I enjoyed every phase of my life in terms of I'm someone who lives in the moment and enjoys every single thing to its minutest details. Appo samayathu I was more focusing on and also because it was a getaway phase for us. It was a love marriage and we got married very young, so we were enjoying that phase. But when കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും the creative person that I am, because എൻ്റെ ഉള്ളിലത്തെ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എനർജിയാണ്. എനിക്കത് അതിന് ഫീഡ് ചെയ്താലേ ആസ് എ വുമൺ ആൻഡ് ആസ് എ ഹ്യൂമൻ ബീങ് I function better, more in terms of people around me are more happier, I keep them more happier, my energy is more happy. Is because when I keep myself happy, and for me to be happy and for me to grow and thrive, I need to have a lot of creative things happening from within. അത് 4 വയസ്സ് തൊട്ട് സ്റ്റേജിൽ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ഡാൻസ് അഭ്യസിച്ച് എൻ്റെ ചൈൽഡ്ഹുഡ് എല്ലാം നൃത്തവും സ്റ്റേജുകളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വളർന്നൊരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ആ സമയത്ത് സംവെയർ ഓർ ദി അതർ ഐ ഹാവ് ടു കീപ് മൈ ക്രിയേറ്റീവ് സൈഡ് ഫയർ ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് തേടി വന്നില്ല, ഞാൻ അങ്ങോട്ട് തേടി പോയതുമില്ല. പിന്നെ ആസ് കണ്ടീഷനിങ് ടെലിവിഷനാണ് എന്നുള്ള രീതിയിലായി. പക്ഷേ ടെലിവിഷനിലോട്ട് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് ഒരു പ്രോജക്റ്റൊക്കെ ചെയ്തപ്പോൾ ഐ വാസ് ഓക്കെ. ബട്ട് ദെൻ
this is not what I want to do. എനിക്കറിയാം, I was getting so suffocated. This is not what I want to do. I want to do something else. But അതിലേക്ക് how do I get there എന്നുള്ളൊരു I do not know. And these were all questions that there was there in my mind. അപ്പോൾ അതൊക്കെ I used to run it by Indran. But I still remember 17 years back എൻ്റെ അടുത്ത് ഇന്ദ്രൻ പറയുമായിരുന്നു, നിനക്ക് വേറെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, നീ ആലോചിച്ച് നോക്ക്, വാട്ട് ഇസ് ഇറ്റ് ദറ്റ് you know want to do. അപ്പോൾ ഞാൻ പഠിച്ചത് ജേർണലിസമാണ്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസമാണ് പഠിച്ചത്. സോ അതിലേക്ക് ഇനി എന്തെങ്കിലും ചെയ്യണോ, ഞാൻ അതല്ല, എനിക്ക് ക്രിയേറ്റീവ് ആണ്, എനിക്ക് പഠിക്കണം, ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദെർ വാസ് നോ സച്ച് പ്ലാറ്റ്ഫോംസ്. ആൻഡ് എൻ്റെ വീട്ടിലത്തെ സാഹചര്യം എന്നെ എറണാകുളം വിട്ട് വേറൊരു സ്ഥലത്ത് വിട്ട് പഠിപ്പിക്കൊന്നുമില്ലായിരുന്നു. മൈ പേരൻസ് ആർ ലിറ്റിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ദാറ്റ് വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഇത് വളരെ മൈന്യൂട്ട് ഫോളോ അപ്പ് ആട്ടോ ഞാൻ ഈ പറയണേ, ദിസ് മൈ ടേക്ക് എ ലോങ് കോൺവെർസേഷൻ. ബട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ടെലിവിഷൻ ഷോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തിരുന്ന പ്രോസസ്സാണ്. അപ്പോൾ ആ സമയത്താണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് ഓർക്കുട്ട് വരുന്നത്. അതുവരെ കത്തെഴുതുക ഏർപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 16 വയസ്സ് തൊട്ടാണ് ഞാൻ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാംസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ജനങ്ങളുടെ റെസ്പോൺസാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഫോർ എനി ആക്ടർ, യുനോ. സോ ഫോർ എനി ആക്ടർ ഓർ എനി വൺ ഇൻ ദി എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, ദ സപ്പോർട്ട് ഓർ വാട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ് ദ അക്സെപ്റ്റൻസ് ലെവൽ വാട്ട് യു ഗെറ്റ് ഫ്രം യുവർ ഓഡിയൻസ്. സോ അതുവരെ അത് കത്തെഴുതിയാണ് എല്ലാവരും അറിയിച്ചിരുന്നിരുന്നത്. അത് ചാനലിലേക്കായിരിക്കും കത്ത് പോയിരുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷമാണ് ഡിറക്റ്റ് ആക്സസ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഓർക്കുട്ടിലൂടെ അന്ന് വന്ന മെസ്സേജസൊക്കെ എല്ലാവരും എനിക്ക് പൂർണിമ ചേച്ചി, എനിക്ക് പൂർണിമ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്, ഐ യൂസ് ടു സീ യുവർ ഷോസ്, ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ പെപ്സി ടോപ്പ് 10 കാണുമായിരുന്നു, യുവർ ചോയ്സ് കാണുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറച്ചുകൂടി ഒരു ലാർജർ സർക്കിളിൽ നിന്നും എനിക്ക് ഐ എം റിയലൈസിങ് മൈസെൽഫ് ദാറ്റ് okay, whatever I did, I mean people are receiving it and they are, you know, appreciating it എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. ആൻഡ് ദെൻ മോസ്റ്റ് ഓഫ് ദ ടൈം എല്ലാവരും എഴുതിയിരിക്കുന്നതിൽ വെച്ചിട്ട് ഇറ്റ് യൂസ് ടു ബി അബൌട്ട് ദ കോസ്റ്റ്യൂംസ്, ദ കളർ ഓഫ് ദ ഡ്രസ്, ദ കട്ട് ഓഫ് ദ ബ്ലൗസ്, ദ ടൈ ഓഫ് ദ ബ്ലൗസ്, ഹൗ ഐ വോർ ഇറ്റ്, ഹൗ ഐ സ്റ്റൈൽഡ് ഇറ്റ്. ഞാനത് കോൺഷ്യസ്ലി എടുത്ത കാര്യമൊന്നുമല്ല. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ദ ഫീഡ്ബാക്ക് ഇൻ സച്ച് എ വേ വെയർ ഐ പേഴ്സണലി റിയലൈസ്ഡ് ദാറ്റ് യു നോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ റിയലി ലൈക്ക് ടു ഡു, ദാറ്റ് ഈസ് സംതിങ് മേ ബി ഐ ഷുഡ് റിയലി വർക്ക് ഓൺ, യു നോ. സോ അങ്ങനെ ഇന്ദ്രൻ എൻ്റെ അടുത്ത് ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ പറഞ്ഞു മേ ബി സംതിങ് ഒരു പ്രാർത്ഥന ആയിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അന്ന് കിട്ടിയിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ക്ലോതിങ് ഉടുപ്പ് വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഒരു ഉടുപ്പ് എനിക്ക് ഇഷ്ടമാവണില്ല. ഐ ജസ്റ്റ് കാൺ പ്രോസസ് മൈ സെൽഫ് ടു ബൈ ദിസ് ബട്ടർഫ്ലൈ ഡ്രസ്സസ് ഫോർ യു നോ. കൊച്ചുകുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും. ഇന്ന് തിങ്സ് ആർ സോ ഡിഫറെൻറ്റ്. അന്നൊക്കെ ഇറ്റ് ഒൺലി ഹാവ് ലോട്ട്സ് ഓഫ് ഫ്രിൽസ് ആൻഡ് ക്യാൻസ് ആൻഡ് എന്തൊക്കെയോ ആവും. കുട്ടീനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വേണം നമുക്ക് നോക്കിയെടുക്കാൻ. സോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ യുനോ കംഫർട്ടബിൾ ക്ലോത്ത്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ക്ലോതിങ് ലൈൻ ഫോർ കിഡ്സ്. കാരണം അന്ന് അങ്ങനെ ചിന്തിച്ചിരുന്നത് കേട്ടോ, എനിക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ഐ ഹാവ് ടു മേക്ക് സംതിങ്. അപ്പോൾ ദാറ്റ് ഈസ് വെൻ ഇന്ദ്രൻ ടോൾഡ് മീ ദാറ്റ് യു നോ യു ഷുഡ് ഡ്രീം ഓഫ് എ ലേബൽ ഓഫ് യുവർ ഓൺ എന്ന് വെച്ചപ്പോൾ ഞാൻ ചെന്ന് വെച്ചാൽ യു ഷുഡ് ജസ്റ്റ് ഹാവ് യുവർ നെയിം ലൈക്ക് ദാറ്റ്. അപ്പം ഞാനൊന്ന് പൂന്ദ്ര ലൈക്ക് വാട്ട് യു സേ, ബിക്കോസ് ഐ ഡി നോട്ട് ഈവൻ തിങ്ക് അബൌട്ട് ദാറ്റ്. യു സെഡ് യാ വൈ നോട്ട്, ലൈക്ക് മേ ബി. ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ ലെറ്റ്സ് സീ. അതെല്ലാം കഴിഞ്ഞ് നക്ഷത്ര ആയ ശേഷം 2013 I took the leap of faith and I started off my brand.